ഈ SEO കൊണ്ട് റിട്ടേൺസ് കുറയ്ക്കാൻ പറ്റുമോ? ഞങ്ങളത് ചെയ്ത്. ഈ SEO എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഗൂഗിളിൽ നിന്ന് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരിക അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷേ ഒരു ഇ-കൊമേഴ്സ് ക്ലയന്റിന് വേണ്ടി ഞങ്ങൾ SEO ഉപയോഗിച്ചത് ട്രാഫിക് കൂട്ടാനായിട്ട് മാത്രമല്ല, ആക്ച്വലി സെയിൽ കൂട്ടി, പക്ഷേ റിട്ടേൺസും കുറച്ചു. അതുകൊണ്ട് നെറ്റ് റവന്യൂ നമുക്ക് കൂട്ടാൻ പറ്റി. ഞാനത് സിമ്പിളായിട്ട് പറയാം. ഒരു ഷോപ്പ് 100 പ്രോഡക്റ്റ്സ് സെല് ചെയ്തിട്ട് അതിൽ 20 റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അത് 100 സെയിൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 80 സെയിൽസ് എന്നാണ്. കാരണം 20 തിരിച്ചു വന്നു. ഞങ്ങളത് നോക്കി ഏത് പ്രൊഡക്ട്സ് ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നതല്ല, ഏത് പ്രൊഡക്ട്സാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ വരുന്നതും ഏത് പ്രൊഡക്ട്സാണ് ഏറ്റവും കുറവ് റിട്ടേൺ വരുന്നതെന്നും. ഈ ഒരു ഫാർമസി ആയിരുന്നു. അപ്പോൾ OTC മെഡിസിൻസ്, മെഡിക്കൽ എക്യുപ്മെന്റ്, സ്കിൻ കെയർ പോലുള്ള ലോവർ ആയിട്ടുള്ള റിട്ടേൺ കാറ്റഗറീസിന് കൂടുതൽ സെർച്ച് വിസിബിലിറ്റി നമ്മൾ കൊടുത്ത്, ബൾക്ക് ബയേഴ്സിനെയും പർച്ചേസ് ഇൻറ്റന്റ് കൂടുതലുള്ള ആൾക്കാർക്കും പിന്നെ ആ സെർച്ച് ടേംസിനും ടാർഗറ്റ് ചെയ്തു. പിന്നെ പേ ലേറ്റർ ഓപ്ഷൻ കൂടുതൽ വിസിബിൾ ആക്കി, ചെക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫ്രിക്ഷനും ഭയങ്കരമായിട്ട് കുറച്ചു. കൂടുതൽ ക്വാളിഫൈഡ് ബയേഴ്സിനെ കിട്ടി. പിന്നെ റിട്ടേൺസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതായത് നെറ്റ് റവന്യൂ അങ്ങ് കൂടി. ലെസൺ സിമ്പിളാ. ഈ ട്രാഫിക് കൂടി എന്ന് പറഞ്ഞ് ബിസിനസ് ഗ്രോത്ത് ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. ബിസിനസ്സിന് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഇല്ലേ, അതാണ് ശരിക്കുള്ള ഗ്രോത്ത്. അതാണ് ഞങ്ങൾ SEO വഴി ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ബ്ലൂസ്റ്റേക്ക് നടക്കുന്ന റിയൽ ക്യാമ്പയിൻസും റിയൽ മിസ്റ്റേക്സും എല്ലാം ഞങ്ങളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം.